നൈനക്കുട്ടൻ ഈ ചാടിത്തുള്ളി പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? നമ്മളൊരു ചായ കുടിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. ചായ കുടിക്കാൻ പോകുന്നതിന് ഇത്രയും സന്തോഷിക്കേണ്ട കാര്യമുണ്ടോ? പക്ഷേ നമ്മൾ ചായ കുടിക്കാൻ പോകുന്നത് മൂന്നാറാണ്. ആ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് ഈ കാണുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു അരമുക്കാൽ മണിക്കൂർ ദൂരമുള്ളൂ കേട്ടോ മൂന്നാറിലോട്ട്. അതുകൊണ്ടാണ് നമ്മൾ മൂന്നാർ പോകാമെന്ന് വിചാരിച്ചത്. പിന്നെ ദാ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ദാ ഈ കാണുന്നതാണ് ആനച്ചാൽ. ആനച്ചാൽ നമ്മുടെ മൂന്നാറിൻ്റെ ഒരു ഗേറ്റ് വേ ഓഫ് മൂന്നാറോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഒരുപാട് റിസോർട്ടും ചോക്ലേറ്റ് ഫാക്ടറീസും ഒക്കെയുള്ളൊരു സ്ഥലം കേട്ടോ ആനച്ചാൽ. ഈ ആനച്ചാൽ വഴിക്കാണ് നമ്മൾ കൂടുതലും മൂന്നാർ പോവാറുള്ളത്. നല്ല ട്രാഫിക്കായിരിക്കും മിക്ക സമയങ്ങളിലും ഇവിടെ വരുമ്പോൾ. അങ്ങനെ നമ്മളിതാ പയ്യെ ആനച്ചാൽ കഴിഞ്ഞിട്ട് മൂന്നാറിലോട്ട് തിരിയുക കേട്ടോ. ഇവിടെ മുതലുള്ള കാഴ്ചകളൊക്കെ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കേട്ടോ. നല്ല നല്ല റിസോർട്ടുകളും ആ റിസോർട്ടിൻ്റെ വെട്ടങ്ങളും പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ തേയിലക്കാടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ വഴിക്കുള്ള ട്രാവൽ എനിക്കൊരിക്കലും മടുപ്പല്ല. പിന്നെ എല്ലാവരും എപ്പോഴും പറയാറുണ്ട്, നിൻ്റെ വീട് മൂന്നാർ അടുത്തല്ലേ, അതുകൊണ്ട് നിനക്ക് എപ്പോൾ വേണമെങ്കിലും മൂന്നാർ പോകാമല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് പക്ഷേ അങ്ങനെയൊന്നുമല്ല കേട്ടോ. നമുക്ക് അടുത്താണെന്ന് പറഞ്ഞാലും നമ്മൾ എപ്പോഴും എപ്പോഴും ഒന്നും പോകാറൊന്നുമില്ല. പക്ഷേ നമുക്ക് മൂന്നാർ എപ്പോഴും പോകുമ്പം എന്താ പറയുക, നമ്മുടെ അടുത്തുള്ളൊരു സ്ഥലത്ത് പോകുന്ന ഫീലൊന്നുമല്ല. കാരണം മൂന്നാർ എപ്പോഴും ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമായിരിക്കും. അപ്പം നമ്മളവിടെ പോകുമ്പോൾ നമ്മൾ ഏതോ ഒരു വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോയൊരു ഫീൽ തന്നെയായിരിക്കും കേട്ടോ നമുക്ക് കിട്ടണത്. ദാ ഇത് കണ്ടോ, നമുക്ക് പോകുമ്പോൾ വഴിക്ക് തന്നെ കോടമഞ്ഞൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു വഴിയിൽ നമ്മളെന്താണ് മോർണിംഗ് അല്ലെങ്കിൽ പകൽ പോകുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലൊരു ഭംഗിയാണ് ഒരു 6 മണി 7 മണി ആ ഒരു സമയത്ത് പോകുമ്പം. അതായത് അധികം എന്താ വെട്ടം ഉണ്ടാവില്ല, എന്നാൽ ഇരുളുമേ അല്ല. പക്ഷെ നല്ല കോടമഞ്ഞും നല്ല റിസോർട്ടുകളിലെ ലൈറ്റ്സും ഒക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗി കേട്ടോ മൂന്നാറിനെ കാണാനായിട്ട്. ഇത് കണ്ടോ നമ്മളെ 2-ാം മൈലിലുള്ള വ്യൂ പോയിന്റിൽ നിന്നുള്ള ഒരു ദൃശ്യം കേട്ടോ ഇത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് താഴെയുള്ള എല്ലാ റിസോർട്ട്സിൻ്റെയും ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ട് നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. പകലിവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തേയിലക്കാടുകളുടെ ഇടയിൽ നിൽക്കുന്ന കുറേ റിസോർട്ടുകൾ, അങ്ങ് അകലെ കുറേ മലനിരകൾ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ആയിരിക്കും. പക്ഷേ രാത്രിയായി കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ളൊരു വ്യൂ ആണ് കിട്ടുന്നത്. കാരണം നല്ല ലൈറ്റ്സ്, എല്ലാ റിസോർട്ടുകളിലും ലൈറ്റുകൾ പല കളറിലുള്ളത് അതിങ്ങനെ തേയിലക്കാടുകളുടെ ഇടയിലേക്കൂടെ നിൽക്കുമ്പോൾ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയാട്ടോ. അപ്പോൾ നമ്മളെന്താ അവിടെ വ്യൂ പോയിന്റിലൊക്കെ ഇറങ്ങി കുറച്ച് നേരം നിന്നിട്ട് വീണ്ടും പോയി. അങ്ങനെ നമ്മൾ മൂന്നാർ എത്തി. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മളെന്തിനാണ് വന്നത്, ചായ കുടിക്കാൻ. അപ്പം നമ്മളിതാ ചായ കുടിക്കാനായിട്ട് ആ ഷോപ്പിലോട്ട് പോവുകയാണേ. അപ്പം നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ടൗണിലൊന്നും പാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളിതാ കുറച്ച് അപ്പുറം മാറ്റി വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്ന് വരും കേട്ടോ. അപ്പം കുറച്ച് ദൂരം നടക്കാനുണ്ട്. പക്ഷേ ഈ മൂന്നാറിൽ കൂടെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ. പക്ഷേ അവിടുത്തെ ഷോപ്പുകളൊക്കെ ക്ലോസ് ചെയ്ത് തുടങ്ങിയായിരുന്നു. നമ്മൾ എത്തിയ സമയം കുറച്ച് രാത്രിയായിരുന്നു. പക്ഷേ രാത്രിയിൽ വരുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അധികം തിരക്കൊന്നും ഉണ്ടാവില്ല. അപ്പം നമുക്ക് പയ്യെ നടന്ന് എല്ലാം കണ്ട് അങ്ങനെ നമുക്ക് പോയി എന്തെങ്കിലും വാങ്ങണമെങ്കിലൊക്കെ വാങ്ങാം. അങ്ങനെ നമുക്ക് പയ്യെ നടന്നൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ടുള്ളൊരു ഇത് കിട്ടും. അങ്ങനെ നമ്മൾ പോയി ഈ കാണുന്ന ചെറിയൊരു ഷോപ്പിലാട്ടോ നമ്മൾ ചായ കുടിക്കാൻ വന്നിരിക്കുന്നത്. അതും മിഷ്യൻ ചായയാണ്. അപ്പം നൈനൂട്ടിയൊക്കെ വിചാരിച്ചത് ഒരു വലിയ ബേക്കറിയിൽ ചായ കുടിക്കാൻ വന്നു എന്നാണ്. പക്ഷേ ഏട്ടൻ പറഞ്ഞു ഇവിടെ നല്ല ചായ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് ചായയെന്ന്. അപ്പോൾ ഞങ്ങളിത് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നൈനൂട്ടനാണ് അവർ കുറേ ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ബ്രൂ കോഫി, ചോക്ലേറ്റ് ടീ അങ്ങനെയൊക്കെ. അപ്പോൾ അവൾ അതിലേതാ വേണ്ടതെന്നൊക്കെ നോക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ചെറിയ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവൾ തണുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. കൺമണിക്കും ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. പിന്നെ ആ വെട്ടവും ഇതൊക്കെ കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാട്ടോ കൺമണി നിൽക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ എത്തിയ സമയത്ത് അവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കറണ്ട് പോയതുകൊണ്ട് തന്നെ മിഷ്യൻ ചായ കിട്ടാനായിട്ട് കുറച്ച് ലേറ്റാകുമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഒരു 5 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പം വെയിറ്റ് ചെയ്തതിൻ്റെ ഒടുവിൽ നമുക്ക് ചായ കിട്ടി. നമ്മളൊരു ചായയും ഒരു കോഫിയാണ് പറഞ്ഞത്. ഞാൻ ആദ്യമേ കോഫി കുടിച്ച് നോക്കി. കുഴപ്പമില്ല, നല്ല കോഫിയായിരുന്നു. അങ്ങനെ നമ്മൾ നൈനൂട്ടിനും കൊടുത്തു. നൈനൂട്ടൻ ചായ കുടിക്കില്ല, അവൾക്ക് കോഫിയായിട്ടോ കൂടുതലിഷ്ടം. അപ്പോൾ നമ്മൾ നൈനൂട്ടിന് കുറച്ചായിട്ടാണ് കൊടുത്തത്. അപ്പം ഈ ഗ്ലാസ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചുമ്മാ ഗ്ലാസ് മാത്രം കൊടുത്ത് കൊച്ചിനെ പറ്റിക്കാമെന്ന്. ചൂടായതുകൊണ്ട് നമ്മൾ വളരെ കുറച്ച് മാത്രമാണ് അവൾക്ക് ഊറ്റി കൊടുത്തത്. അവൾക്കും ഇഷ്ടപ്പെട്ടു. ആ എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ നമുക്കറിയാം. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ആൾ കുടിക്കില്ല കേട്ടോ. പക്ഷേ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ആൾ വീണ്ടും വീണ്ടും വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ആൾ പൊതുവെ ഒരു കോഫി ലവറാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവൾ ആ കോഫി മൊത്തം കുടിച്ചിട്ടുണ്ടായിരുന്നു. എനിവേ നല്ലൊരു കോഫി കേട്ടോ, മിഷ്യൻ കോഫിയാണ്. ചായയും നല്ലതാണ്. നല്ലൊരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും ഏലക്കയുടെ ഫ്ലേവറൊക്കെ വരുന്ന ഒരു അടിപൊളി, കൊള്ളാം, നല്ലൊരു വെറൈറ്റി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നൈനക്കുട്ടനും കുറച്ച് കൊടുത്തു.
അങ്ങനെ അവളും കുടിച്ചു. ഈ തണുപ്പത്ത് മൂന്നാറിൽ വന്ന് ചായയൊക്കെ കുടിക്കാനായിട്ട് നല്ലൊരു ഫീലാട്ടോ. കാരണം മൂന്നാറിലെ ആ തണുപ്പും പിന്നെ ആ ഒരു ലൈറ്റും ആ ഒരു ആംബിയൻസിൽ നിന്ന് ചായ കുടിക്കാനായിട്ട് ഞങ്ങൾക്ക് പിന്നെ നൈനക്കുട്ടൻ്റെ ഈ എക്സ്പ്രഷൻ കണ്ട് നിങ്ങൾ ചായയൊക്കെ ഓവറായിട്ട് ഇഷ്ടമായതുകൊണ്ടുള്ള എക്സ്പ്രഷനൊന്നും അല്ല. ആൾക്ക് പൊതുവേ ഇങ്ങനെയാണ്. എപ്പോഴും എവിടെ നിൽക്കുമ്പോഴും കുറച്ച് എക്സ്പ്രഷനൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ചായിട്ട് ആൾ നിൽക്കുക. അടങ്ങി ഒതുങ്ങി നിൽക്കണ ഒരു പ്രകൃതമല്ല. അപ്പോൾ നമ്മളിതാ നൈനക്കുട്ടൻ ചായയൊക്കെ കുടിക്കുന്ന കണ്ടപ്പോൾ കമ്മണി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു കമ്മണിക്കുട്ടിക്കും കൂടി ഒരു ഇത്തിരി കൊടുത്ത് നോക്കാമെന്ന്. ഒത്തിരി ഒന്നും കൊടുത്തിട്ടില്ല. ഒരു 1, 2 സിപ്പൊക്കെ ഒന്ന് കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ കൺമണിക്കും കൊടുത്തു. ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ആൾ ഇങ്ങനെ നോക്കുന്നുണ്ട്, കുടിക്കാനൊന്നും അറിയില്ല. പക്ഷേ എങ്കിലും ഒരു ഡ്രോപ്സൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമായിട്ടോ കൺമണിയുടെ മുഖത്ത് കാണുന്ന ഈ എക്സ്പ്രഷന്. ആൾ ആ ഒരു സന്തോഷ സൂചകമായിട്ട് നന്ദിപൂർവ്വം എന്നെ നോക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് അവിടുന്ന് വീണ്ടും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സ്നാക്സ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മളിതാ പയ്യെ അവിടുന്ന് പോവാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം നമ്മളിതാ പിന്നെ വണ്ടി ഇടുന്നിടത്തോട്ട് നമ്മൾ നടന്ന് പോകുന്ന വഴിക്കാണ് നമ്മളിതാ മൂന്നാറിലെ അമ്പലം കണ്ടത്. തമിഴ്നാട് മോഡലിൽ പണിത മുരുകൻ്റെ ഒരു അമ്പലമാട്ടോ അത്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. അപ്പം നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കോളൂ.